നമുക്കിവിടെ ഒരു പ്രത്യേകത കണ്ടത് ഈ ടി വി യൂണിറ്റിന്റെ ഒരു കാര്യം ഇതിപ്പോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാവുന്ന ഒരു ടി വി യൂണിറ്റ് ആണ് ലിവിംഗിലും ഡൈനിങ്ങിലും നമുക്ക് ടി വി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന കാര്യം. ഇതിന്റെ കേബിൾസ് ഒക്കെ എങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്? ഇതിനകത്തൂടെ ഇതിങ്ങനെ തിരിക്കുന്ന അനുസരിച്ച് അത് ചുറ്റി പോകുന്ന പ്രശ്നം വരത്തില്ല. ഡോർ മാത്രം നമ്മൾ ഇതിന്റെ ബോക്സ് വർക്ക് എല്ലാം തന്നെ നമ്മൾ WPC ആയിരിക്കും. ഇതിൽ മൈക്ക ലാമിനേഷൻ ആണ്. മൈക്ക ലാമിനേഷൻ ഡോറും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്റീരിയർ വർക്കുകളെ പറ്റി പലപ്പോഴും പല വീഡിയോയിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൂടുതലായിട്ടും ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മെറൈൻ പ്ലൈവുഡ്, WPC അങ്ങനെയുള്ള മെറ്റീരിയൽ. ആ രണ്ട് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്താലുള്ള ഗുണങ്ങൾ, അതിൽ വരുന്ന പാളിച്ചകൾ, ചെയ്തു വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കബോർഡിൻ്റെ അളവെടുക്കുന്നത് എങ്ങനെയാണ്, അതും പലർക്കും സംശയമുള്ളതാണ്. സ്ക്വയർ ഫീറ്റ് അളവ് അതിൻ്റെ ഫ്രണ്ട് ഫേസ് ആണോ എടുക്കുന്നത്, അതിൻ്റെ ടോപ്പാണോ എടുക്കുന്നത്, ഇനി അതിൽ വരുന്ന പാർട്ടീഷൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു ഹോം ടൂർ വീഡിയോ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ സ്കൈവുഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ മിസ്റ്റർ അനൂപ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ അനൂപിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെയ്ത ഒരു പ്രൊജക്റ്റും കൂടാണ്. പത്തനംതിട്ടയിൽ തന്നെയാണ് ഇതിൻ്റെ സൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ലിവിംഗ് റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ. കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷൻ തന്നെയാണ്. എങ്കിലും ഇതിന്റെ അളവ് എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിന്റെ രീതികൾ എങ്ങനെയാണ് ഇത് നിങ്ങൾ ചെയ്തത്, എന്ത് മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് മറൈൻ പ്ലൈവുഡ് ആണ്. ഫുള്ള് മറൈൻ പ്ലൈവുഡ് ആണ്. ഇതിനകത്ത് നമ്മൾ WPC ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇത് മൊത്തമായിട്ട് തന്നെ മറൈൻ പ്ലൈവുഡിലാണ് നമ്മൾ മൈക്ക ലാമിനേഷൻ ഒട്ടിച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്തത്. ഫുൾ ഫാക്ടറി ഫിനിഷിൽ തന്നെ. ഇതും മറൈൻ പ്ലൈ ആണ്, ഇതും മറൈൻ പ്ലൈ ആണ്. മറൈൻ പ്ലൈവുഡ് ആണ്. ഇതിൽ ലാമിനേഷൻ ചെയ്തിരിക്കുന്ന വ്യത്യാസമാണ്. രണ്ട് കളർ ലാമിനേഷൻ ഉപയോഗിച്ചേക്കുന്നേ ഉള്ളൂ. ഇതിൽ ഒരു വുഡന്റെ ഷെയ്ഡ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഒരു വൈറ്റിന്റെ ഷെയ്ഡും ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം പക്ഷേ ലാമിനേഷൻ തന്നെയാണ്, മറൈൻ പ്ലൈവുഡ് തന്നെയാണ്, അത് ലാമിനേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ചെയ്യുന്നതിന് നമുക്ക് എത്ര രൂപയായി, ഇതെങ്ങനെയാണ് ഇതിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് പലർക്കും സംശയമുള്ള കാര്യമാണ്. ശരിക്കും റേറ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ഇന്റീരിയർ വർക്കിന് സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വർക്കിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ എത്രയാണോ എമൗണ്ട് എടുക്കാറുണ്ട്. ഇപ്പൊ ഇതിനകത്തില് ഈ ഒരു പാർട്ടീഷൻ നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഒരിക്കലും സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെറ്റീരിയലിന്റെ ഒരു കാൽക്കുലേഷൻ എടുത്തിട്ട് അതിന്റെ ഒരു ചെറിയൊരു പെർസെന്റേജ് പ്രോഫിറ്റോട് ഇട്ടിട്ടാണ് നമ്മൾ ഇതിന് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വലിപ്പം കൂടുന്നതനുസരിച്ച് അതിന്റെ റേറ്റ് കൂടും. ഇതിന്റെ ഏരിയ കുറയുന്നതനുസരിച്ച് നമുക്ക് റേറ്റ് കുറയും. പലരും ചോദിക്കുന്നത് ഇപ്പൊ ഇതിന്റെ ടോട്ടൽ നീളം, ഇതിന്റെ ഹൈറ്റ് എടുത്തിട്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് അങ്ങനെ പറയാൻ പറ്റത്തില്ല, പറയാൻ പാടാണ്. പാർട്ടീഷന്റെ കേസിൽ നമ്മൾ കിച്ചണും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കബോർഡുകൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കത് സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു കാര്യത്തിൽ വരുമ്പോൾ നമുക്കത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് വരുന്ന ഈ പല ഡിസൈൻസ് ആയിരിക്കും. ഇപ്പൊ പാർട്ടീഷൻ ആകുമ്പോൾ ഇപ്പൊ ഈ ഒരു പാറ്റേൺ ഒരിക്കലും ഇനിയും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ കിച്ചൺ കബോർഡ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഏകദേശം അതിന്റെ ഒരു സ്ട്രക്ചർ ഏകദേശം ഒരുപോലെ കിച്ചൺ ആയാലും വാർഡ്രോബ് ആയാലും അതിന്റെ ഏകദേശം സ്ട്രക്ചർ ഒരുപോലെ തന്നെ ആയാലും നമുക്ക് സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഇതിന്റെ കേസിൽ നമുക്ക് അത് അങ്ങനെ സാധിക്കണമെന്ന് ഇല്ല. എത്രയും ചെയ്യുന്നതിന് എത്ര കോസ്റ്റ് ആയി അത് കൂടെ ഒന്ന് പറയുവാണെങ്കിൽ? അതെ. ഇപ്പൊ നമുക്കിതിപ്പം ഇതിന്റെ സൈസ് അനുസരിച്ചായിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ഏകദേശം നമുക്ക് മറൈൻ പ്ലൈവുഡിൽ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 60,000 തൊട്ട് 70,000 ഇടയ്ക്ക് വലുപ്പം അനുസരിച്ച് വ്യത്യാസം വരാം. അതെ. എന്നാലും നമുക്ക് നോർമലി നമുക്ക് ഈ ഒരു വർക്കൊക്കെ ഒരു 60,000 ചെയ്യാൻ പറ്റുന്ന. നമുക്ക് ഈ ലാമിനേഷന്റെ കളർ മാറുന്നതനുസരിച്ച് റേറ്റ് വ്യത്യാസം വരുമോ? നോർമൽ ലാമിനേഷൻ ആണെങ്കിൽ റേറ്റ് വ്യത്യാസം വരുന്നില്ല. ഇതിനകത്തില് ഇത് ഹൈ ഗ്ലോസി ആണ് വൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ SF എന്ന് പറയുന്ന ഫിനിഷ് ആണ് മൈക്കയുടെ നമ്മൾ ഈ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ അതിൽ കൂടുതൽ ഇപ്പം MR+ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഒക്കെ നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ട്, മെറീനോ ലാമിനേഷനിലൊക്കെ. അതുപോലെ MR+, അതുപോലെ ഓരോരോ ബ്രാൻഡുകൾക്ക് അവർ ഇച്ചിരി കൂടിയ ലാമിനേഷൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് വ്യത്യാസം വരും. നോർമൽ ലാമിനേഷൻ ചെയ്യുന്നതിന് റേറ്റ് ഇത് തന്നെ. നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത കണ്ടത് ഈ ടി വി യൂണിറ്റിന്റെ ഒരു കാര്യം. ഇതിപ്പോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാവുന്ന ഒരു ടി വി യൂണിറ്റ് ആണ്. ലിവിംഗിലും ഡൈനിങ്ങിലും നമുക്ക് ടി വി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ഇത് പലയിടത്തും കണ്ടിട്ടുണ്ട്, പക്ഷെ എല്ലാവരും ചോദിക്കുന്ന കാര്യം ഇതിന്റെ കേബിൾസ് ഒക്കെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഇതിനകത്തൂടെ ഇപ്പൊ ഈ ഒരു ബോക്സിനകത്തൂടാണ് താഴോട്ട് ഈ ക്യാബിനറ്റിനകത്തോട്ടാണ് വയറുകൾ പോകുന്നത്. ഇതിങ്ങനെ തിരിക്കുന്ന അനുസരിച്ച് അത് ചുറ്റി പോകുന്ന
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം പിള്ളേരൊക്കെ ഉപയോഗിച്ച് ഇതിങ്ങനെ തിരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വയർ ഇതിനകത്ത് കിടന്ന് കറങ്ങി ചുറ്റി കംപ്ലൈന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരേ ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനകത്തൊരു ഡ്രോബാക്ക് ഉണ്ട്. കാരണം ഇതിന്റെ ഗുണം എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൽ ദോഷം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒരേ ഡയറക്ഷനിൽ അതെ തിരിച്ച് കറങ്ങിട്ടിരുന്നു കഴിഞ്ഞാൽ ഇത് അകത്ത് ചിലപ്പോൾ വയറിന് കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ പാർട്ടീഷന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ അതിന്റെ ഒരു സെയിം ലാമിനേഷൻ ഉപയോഗിച്ച് തന്നെ നമ്മൾ സീലിംഗില് ഇതുപോലെ മൈക്ക ലാമിനേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സീലിംഗിൽ തന്നെ നമ്മൾ മൈക്ക ലാമിനേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമ്മളിവിടെ അതേ ഒരു കളർ പാറ്റേൺ നമ്മളിവിടെ പർഗോള വരുന്ന ഭാഗത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു പാറ്റേൺ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മറ്റേ ഭംഗിയായിട്ട് തന്നെ നമുക്ക് പർഗോള മെയിൻറ്റെയിൻ ചെയ്യാനും. എല്ലാം മറൈൻ പ്ലൈ ഇത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. LED ലൈറ്റ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ആ കാർ പോർച്ചിലേക്കുള്ള ഒരു വ്യൂ കിട്ടും. അത് ഗ്ലാസ് വെച്ചിട്ട് കവർ ചെയ്തേക്കും. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഇത് കയറുമോ എന്നുള്ള പേടിയും വേണ്ട. ഗ്ലാസ് വെച്ച് കവറിങ് കിട്ടും, വ്യൂവും കിട്ടും. ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതും മെറൈൻ പ്ലൈയും അതേപോലെ WPC-യിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബോക്സ് വർക്കും കാര്യങ്ങളും ഇപ്പൊ കിച്ചന്റെ കേസ് വരുമ്പോൾ നമ്മൾ ഇതിന്റെ ബോക്സ് ക്യാബിനറ്റ് വർക്ക് എല്ലാം തന്നെ നമ്മൾ WPC-യിൽ ഈ ഡോർ നമ്മൾ പുറത്ത് കാണുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ കാര്യം എന്ന് പറയുവാണെങ്കിൽ ഇതെങ്ങനെ നമ്മൾ ടോപ്പ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. ഇതിന്റെ കൗണ്ടർ ടോപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇതിലെല്ലാം തന്നെ നമ്മൾ മറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ ഒട്ടിച്ചാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഇവിടുത്തെ കൗണ്ടർ പ്ലാൻ ചെയ്തേക്കുന്നത്. ഡബിൾ സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. ബാർ ചെയർ ഒക്കെ ഇട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇങ്ങോട്ട് വന്നാല് ഇവിടെ നമ്മൾ കിച്ചൺ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കിച്ചൺ എല്ലാം നമ്മൾ ഈ പറഞ്ഞ ഇത് നമ്മള് ഡോർ മാത്രം നമ്മള് ഇതിന്റെ ബോക്സ് വർക്ക് എല്ലാം തന്നെ നമ്മൾ WPC ചെയ്തിരിക്കുന്നത്. ഇതില് മൈക്ക ലാമിനേഷൻ ആണ്. മൈക്ക ലാമിനേഷൻ ഡോറും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഹാൻഡിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ ബ്ലാക്ക് പ്രൊഫൈൽ ഹാൻഡിലാണ് നമ്മളിവിടെ. ഇതിന്റെ ടോപ്പിൽ അതെ ഈ ഹാൻഡിൽ ബ്ലാക്ക് പ്രൊഫൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കൗണ്ടർ ടോപ്പ് ആയിട്ട് നാനോ വൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് വന്നിട്ടുണ്ട്. ഹുഡ് ആൻഡ് ഹോബ് നമ്മൾ വിൻഡോയുടെ സെന്റർ ആയിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതിന്റെ ടോപ്പിൽ വന്നിരിക്കുന്ന ബോക്സ് എല്ലാം WPC തന്നെയാണോ? അല്ല, ഇതിന്റെ ഈ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ലാമിനേഷൻ ഒട്ടിക്കുന്ന പുറത്ത് കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മറൈൻ പ്ലൈവുഡ്. അപ്പൊ ഇതിന്റെ മേളിൽ കാണുന്ന ഭാഗവും നമ്മൾ മറൈൻ പ്ലൈവുഡ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ബോക്സ് വർക്ക് ഈ ക്യാബിനറ്റ് ഇതിനകത്ത് വരുന്ന ഈ ബോക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ബോക്സ് ആയിട്ട് വരുന്ന ഭാഗം മാത്രമാണ് WPC. ഈ ഡോറും കാര്യങ്ങളും എല്ലാം തന്നെ മറൈൻ പ്ലൈവുഡ് ആണ്. അപ്പൊ അത് കുറച്ചും കൂടെ ഈ ക്വാളിറ്റി മെറ്റീരിയൽ WPC ആണ്. മൊത്തത്തിൽ WPC ചെയ്ത് കഴിയുമ്പോൾ കോസ്റ്റ് കൂടും എന്നുള്ളത് കൊണ്ട് ഡോറ് നമുക്ക് മറൈൻ പ്ലൈവുഡിലേക്ക് മാറ്റിയിരിക്കണം. വേണമെങ്കിൽ മൊത്തം WPC തന്നെ ചെയ്യാം. ഡോറ് വേണമെങ്കിലും WPC നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ WPC ലാമിനേഷൻ ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോ ഓൾറെഡി അത് ലാമിനേഷൻ ഉള്ളതാണ്. ലാമിനേഷനോട് കൂടി വരുന്ന അതെ WPC ആണ്. 3 ലെയർ WPC എന്ന് പറയും. അതാണ് ഇവിടെ ഓൾറെഡി ചെയ്തിരിക്കുന്ന ബോക്സ് വർക്കിന്. ശരി. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫിറ്റിംഗ്സുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്? നമ്മൾ നോർമലി ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ആദ്യം നമ്മളൊരു പുള്ളൗട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പുള്ളൗട്ട് ഇതിനകത്ത് നമുക്ക് ചെറിയ കുപ്പികളും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് പുള്ളൗട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു ടാൻഡം വിത്ത് PVC കട്ട്ലറി നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്പൂണും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് കപ്പും സോസറും പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ സോസറും കാര്യങ്ങളും ഇവിടെ അടുക്കി വെക്കാം. ഇവിടെ നമുക്ക് കമ്പിടിച്ച് വെക്കാവുന്ന രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് പ്ലേറ്റ് ആണ്. പ്ലേറ്റിന്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അടുക്കി വെക്കാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഒരു GTPTയുടെ ബാസ്ക്കറ്റ് വന്നിട്ടുണ്ട്. ഇതും പ്ലേറ്റ് വെക്കാനായിട്ട് സിങ്കിൽ നമ്മൾ കഴുകിയിട്ട് നമുക്ക് പാത്രങ്ങൾ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ മേളിൽ അടുക്കി വെക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഗ്ലാസുകളും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാനാണ് രീതിയിൽ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ടാൻഡം ബോക്സുകൾ വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പ്ലെയിൻ ബാസ്ക്കറ്റ് പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വലിയ പാത്രങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരെണ്ണമുണ്ട്. അതുപോലെ ഇതിന്റെ താഴെ
ഒരെണ്ണമുണ്ട്. ഇതൊരെണ്ണമുണ്ട്. ഹെവി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം തന്നെ നമ്മൾ സ്റ്റോറേജുകളും കാര്യങ്ങളൊക്കെയാണ് വെറുതെ സ്റ്റോറേജ് ആയിട്ട് കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ബോക്സ് ആയിട്ട് മാത്രം ബോക്സ് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്തേക്കുന്നത്. ലിഫ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ടോപ്പ് വന്നിരിക്കുന്നതൊക്കെ വെറും സ്റ്റോറേജ് സ്പേസ് ആയിട്ട് സ്റ്റോറേജ് സ്പേസ് ജസ്റ്റ് ഡോർ കൊടുത്തിട്ടുള്ളൂ. ഡോർ കൊടുത്തിട്ടുള്ളൂ, ഫ്രെയിം അടിച്ച് ഡോർ കൊടുത്തിരിക്കുന്നത്. എപ്പോഴും എടുക്കാത്ത സാധനങ്ങളോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ടോപ്പിൽ വെക്കാൻ പറ്റും. നമുക്കിത് ഗ്ലോസി അല്ലാതെ വേറെ മാറ്റ് ഫിനിഷിൽ അങ്ങനെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇതിപ്പോ കസ്റ്റമർ സെലക്ഷൻ ആണ് ഈ ഒരു കളർ. ഈ ഒരു കളർ അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഗ്ലോസി വേണമെങ്കിൽ ഗ്ലോസ് ചെയ്യാം, നമുക്ക് മാറ്റ് ഫിനിഷ് വേണമെങ്കിൽ മാറ്റ് ഫിനിഷ് ചെയ്യാം, വുഡിന്റെ ഫിനിഷ് പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വുഡിന്റെ ഫിനിഷ് ചെയ്യാം. ഏത് ഫിനിഷ് ആണോ നമുക്ക് താല്പര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് പ്രധാനപ്പെട്ട ഇത്ര ഏരിയ നമുക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ട് കോസ്റ്റ് എത്രയായി? അതാണ് മെയിൻ ആയിട്ട് എല്ലാവർക്കും അറിയേണ്ടത്. അതെ അതെ അതെ. അപ്പൊ ഇത് മുഴുവനായിട്ട് ഇപ്പം കിച്ചണ്, പിന്നെ ഇതിന്റെ വരുന്ന പാർട്ടീഷന്, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ജിപ്സം സീലിംഗ് എല്ലാം കൂടെ നമ്മളൊരു 5 lakhs ആണ് ഈ ഒരു വീട്ടിലേക്ക് ആയിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ വർക്ക് അതിനകത്ത് മെയിൻ ആയിട്ട് ചെയ്ത്? പാർട്ടീഷൻ വോൾ ചെയ്തു, ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തു, ഒരു പ്രയർ യൂണിറ്റ് ചെയ്തു, പിന്നെ ചെയ്തു, പിന്നെ ഈ ജിപ്സം സീലിംഗ് ചെയ്തു, ഈ കിച്ചൺ കൗണ്ടർ. പിന്നെ ഇതിനകത്ത് നമ്മള് ഇൻക്ലൂഡർ ആവാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിൽ പെയിന്റിംഗ് ഇൻക്ലൂഡർ അല്ല. ഇപ്പൊ ജിപ്സം ചെയ്ത് കഴിയുമ്പോൾ പെയിന്റിംഗ് ഇൻക്ലൂഡർ അല്ല. അതിനകത്ത് വരുന്ന ഇലക്ട്രിക്കൽ വർക്ക് ഇൻക്ലൂഡർ അല്ല. പിന്നെ കിച്ചന്റെ ഒക്കെ കാര്യത്തിൽ വരുമ്പോൾ ഈ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് അല്ലെങ്കിൽ നാനോവൈറ്റ് ആണ്, അത് ഇൻക്ലൂഡർ അല്ല. ടൈലിംഗ് ഇൻക്ലൂഡർ അല്ല, ചിമ്മിനി ഹോബ് ഇൻക്ലൂഡർ അല്ല, സിങ്ക് ഇൻക്ലൂഡർ അല്ല. സിവിൽ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്തു തരേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുന്നത് ഈ ക്യാബിനറ്റ് വർക്കാണ്. വരുന്നതിന്റെയാണ് ഈ ഒരു റേറ്റ് പറഞ്ഞത്. ഓക്കെ, ഇതിപ്പോ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വീടായിരുന്നു ഇത്? ഇത് 2500 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരു ഇന്റീരിയർ ചെയ്യാൻ പോകുന്ന ഒരു വീട്ടുകാരെ സംബന്ധിച്ചോ ഒക്കെ ഉള്ളൊരു സംശയമാണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതെ അതെ. അപ്പൊ നമുക്ക് ഞാൻ ഓൾറെഡി പാർട്ടീഷന്റെ കാര്യം പറഞ്ഞു. മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മളോട് സ്ക്വയർ ഫീറ്റിൽ എടുക്കാൻ പറ്റില്ല. പക്ഷെ കിച്ചന്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റിൽ കാൽക്കുലേറ്റ് പറ്റും. നമ്മൾ അങ്ങനെ ആയിരിക്കും എടുക്കുന്നത്. പിന്നെ കിച്ചന്റെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒക്കെ ഈ സൈഡ് നമ്മൾ സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. നമ്മൾ ഇതിന്റെ ഫ്രണ്ട് ഫേസ് മാത്രമേ നമ്മൾ സ്ക്വയർ ഫീറ്റ് എടുക്കത്തുള്ളൂ. അപ്പം ഫ്രണ്ട് ഫേസ് എടുക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ ഉണ്ട്. നമ്മളിപ്പം ഈ ഒരു കിച്ചന്റെ ഭാഗം ഇവിടം തൊട്ട് ഇവിടം വരെ മാത്രമല്ല, നമ്മൾ ഈ ഒരു ഫുൾ ലെങ്ത് നമ്മൾ ഈ ഒരു ഏരിയ എടുക്കുമ്പോൾ ലെങ്ത് എടുക്കും. അപ്പൊ ഈ ഒരു ഭാഗം എടുക്കുമ്പോൾ ഇതും ഏതെങ്കിലും ഒരു സൈഡ് ഇപ്പൊ ഇവിടെ ആദ്യത്തെ സൈഡ് എടുക്കുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെ എടുക്കും, അതിന്റെ ഹൈറ്റും എടുക്കും. രണ്ടാമത്തെ ഭാഗം എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളവും അതിന്റെ ഹൈറ്റും ആയിരിക്കും എടുക്കുന്നത്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ നമ്മൾ ഒരിക്കലും എടുക്കത്തില്ല. അകത്തോട്ടുള്ള ഏരിയ ഫേസ് ചെയ്യുന്ന ഫേസ് മാത്രം. അതിന്റെ ആ കോർണർ ഭാഗം കൂടെ ഒരു സൈഡ് എടുക്കും. ഇത് രണ്ടും കോർണർ വരുന്നോണ്ടായിരിക്കും അല്ലെ? രണ്ട് സൈഡിൽ അകത്തോട്ട് വരുന്നുണ്ട്. അങ്ങോട്ടും കൂടെ നമുക്ക് വർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഏരിയയും കൂടെ നമ്മൾ നമുക്ക് ഇത്ര ഇപ്പൊ ഈ ഒരു ബോട്ടത്തിന്റെ മാത്രം എടുത്തൊന്ന് കാണിക്കുവാണെങ്കിൽ നമുക്ക് ലെങ്ത് എടുത്തു ഇതിന്റെ ഹൈറ്റ് എടുക്കാം. കാണിക്കാം. അത് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഈ ഒരു ലെങ്ത് എടുക്കാം. ഇത് ഇവിടം വരെ നമ്മൾ എടുത്തു. ഇത് 350 സെന്റിമീറ്റർ നീളമുണ്ട്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഗ്രാനൈറ്റിന്റെ ബോട്ടം വരെ സെന്റിമീറ്റർ ആണ് നമ്മൾ ക്യാബിനറ്റിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പൊ 350 സെന്റിമീറ്റർ നീളവും 83 സെന്റിമീറ്റർ ഹൈറ്റും ആണ് നമുക്ക് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ വരുമ്പോ ഇത് അകത്തോട്ട് കയറ്റി എടുക്കും അല്ലെ? അങ്ങോട്ട് എടുക്കുക. ഓൾറെഡി നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഇവിടെ ഫ്രണ്ട് മാത്രം എടുക്കും. 183 സെന്റിമീറ്റർ ഇങ്ങോട്ടും. ഇതിന്റെ ഹൈറ്റ് ഈ പറഞ്ഞ പോലെ 83 സെന്റിമീറ്റർ ഹൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ എടുക്കുന്നത്. ഈ രണ്ട് ഫേസ് എടുക്കും. അതുപോലെ ഇവിടെ വരുമ്പോഴും ഇവിടുന്ന് ഇവിടം വരെയുള്ള വീതി, ഇതിന്റെ വീതി എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് 65 സെന്റിമീറ്റർ. ഇതിന്റെ അതാണ് അങ്ങനെയാണ് ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളും സ്ക്വയർ ഫീറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന ഇപ്പം ബോക്സ് പാർട്ടീഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാ? അത് നോർമൽ കേസുകളിൽ നമ്മൾ അധികം കാര്യങ്ങളൊന്നും വരുന്നില്ല, വർക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഇൻക്ലൂഡ് ചെയ്ത് പോകും. അതെ അതെ. ഇപ്പൊ അധികം ഇതിനകത്ത് സ്റ്റോറേജ് ഇപ്പൊ ആക്സസറീസ് അല്ലാതെ എക്സ്ട്രാ ആയിട്ട് വേണം. അല്ല, നമ്മൾ ആദ്യം കണ്ട ഇപ്പൊ ഈ പുൾ ഔട്ട് അല്ലെങ്കിൽ ടാൻഡം ബോക്സ് അതൊക്കെ എക്സ്ട്രാ അല്ലേ? അത് എക്സ്ട്രാ ആണ്. ഇപ്പം മറ്റേ ഇപ്പൊ കബോർഡുകളുടെ കേസിൽ പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ വാർഡ്രോബുകൾ കിങ് സൈഡ് വരുന്ന ആക്സസറീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കേസ് വരുമ്പോൾ അത് എക്സ്ട്രാ വരും. അതുപോലെ ഒരു പരിധി കൂടുതൽ ഷെൽഫും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും
നമുക്ക് ഡ്രോയർ ഒക്കെ ഇൻസൈഡ് ഡ്രോയർ ഒക്കെ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ എക്സ്ട്രാ ആയിട്ട് അത് എക്സ്ട്രാ ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. നോർമൽ രീതിയിൽ 1-2 തട്ട് വരുന്നുണ്ടെന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല, അതെല്ലാം ഇത് ഇൻക്ലൂഡ് ആണ്. വരുന്നതാണ്. അതെ 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 അതെ. പലരും ചോദിക്കാറുണ്ട് ആ തട്ടുകളെല്ലാം സെപ്പറേറ്റ് ഏരിയയിൽ എടുക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഫ്രണ്ട് ഫേസ് നമ്മൾ സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോർമലി വരുന്ന ഒരു കാര്യത്തിനും എക്സ്ട്രാ പേയ്മെന്റ് വരത്തില്ല. ഓക്കെ. നമുക്കിപ്പോ ഈ മൾട്ടിവുഡും WPCയിലും അല്ല മെറൈൻ പ്ലേയിലും WPCയിലും ചെയ്തു വരുമ്പോഴേ നമുക്ക് സ്ക്വയർ ഫീറ്റ് ഇപ്പൊ എന്തോ റേറ്റ് ഉണ്ട്? നമുക്ക് ഇപ്പൊ ഒരു നോർമൽ രീതിയിലൊക്കെ ഒരു 1900 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഉണ്ട്. ഇപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്ന ഇപ്പം പലർക്കും ഇപ്പം ഒന്നാമത്തെ കാര്യം WPC അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഇപ്പൊ ബോക്സ് വർക്കൊക്കെ WPC ചെയ്യുന്ന അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്. എന്നാലും ഇപ്പൊ നോർമലി ഒരു സ്റ്റാൻഡേർഡ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന ആരായാലും ഒരു 1900 സ്ക്വയർ ഫീറ്റ് റേറ്റിനാണ് ഇപ്പം പൊതുവെ ചെയ്യാറുള്ളത്. പിന്നെ ഫിറ്റിംഗ്സും ഒക്കെ എക്സ്ട്രാ ആയിട്ട് വരും. അത് നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് ഏതൊക്കെ വേണം സെലക്ട് ചെയ്യുന്നത്. അതെ 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 അതെ. അത് ആക്സറി കൂടുന്നതനുസരിച്ച് റേറ്റ് കൂടും. ആക്സറീസ് മിനിമം ഉള്ളതെന്നുണ്ടെങ്കിൽ കുറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സ്കൈവുഡ് ഇന്റീരിയേഴ്സിന്റെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കോൺടാക്ട് വേണമെങ്കിൽ അവരെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.